മോദിയുടെ തിരുവനന്തപുരം സന്ദർശനവും പ്രഖ്യാപനങ്ങളും. कांग्रेस आज माओवादियों से ज्यादा कम्युनिस्ट और मुस्लिम लीग से भी ज्यादा कम्युनल हो गई है। इसलिए देश में आज कांग्रेस को एमएमसी यानी मुस्लिम लीगी माओवादी कांग्रेस कहा जा रहा है। इसलिए आपको कांग्रेस से भी बहुत सतर्क रहना है। ये मुस्लिम लीगी माओवादी कांग्रेस के लोग केरला को अपनी लहर बना रहे हैं। कांग्रेस यहाँ केरला में भी कट्टरपंथियों को बढ़ावा दे रही है। इसकी पवित्र धरती को कांग्रेस के मुस्लिम लीगी एजेंडे से हमें मिलकर के इस पवित्र भूमि को बचाना है। വികസനത്തെക്കുറിച്ചോ ബ്ലൂ പ്രിന്റിനെ കുറിച്ചൊന്നും നരേന്ദ്രമോദി ഒരു അക്ഷരം മിണ്ടിയില്ലെങ്കിലും വർഗീയപരമായിട്ട് വലിയൊരു കലാപാഹ്വാനം നടത്തിയിട്ടാണ് നരേന്ദ്രമോദി കേരളം വിട്ടത്. പരസ്യമായിട്ട് തന്നെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മുസ്ലിം ലീഗുകാരും തീവ്രവാദികളാണെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് നരേന്ദ്രമോദി കേരളം വിട്ടത്. ഇവിടെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ BJP-ക്കാർക്കിടയിൽ ദൈവമായി മാറുന്നത്. ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല. ഭഗവാനെ ഞങ്ങൾ നേരിട്ട് കാണാൻ പോവുകയാണ് ആദ്യമായിട്ട്. നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ പ്രധാനമന്ത്രി ഞങ്ങളുടെ ദൈവമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ബോധമില്ലാത്തവരെ കണ്ട് പഠിക്കരുത്. അല്ലെങ്കിൽ ഇതുപോലുള്ള വിവരം കേട്ട തള്ളച്ചിമാര് നമ്മുടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ വെറുപ്പിന്റെ വിഷം വിതയ്ക്കുന്നത് ആരാണെന്ന് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തീവ്രവാദികളായിട്ടും നെക്സലൈറ്റുകളായിട്ടും മാവോയിസ്റ്റുകളായിട്ടുമാണ് ഇവര് കൂട്ടുന്നത്. അതിന്റെ കാരണം എന്താണ്? ഈ ഗണത്തിൽ പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് വെറുതെ തെരുവ് നായ്ക്കളെ പോലെ വെടിവെച്ച് കൊന്നുകളയാം. നീതിക്ക് വേണ്ടി ഇരക്കുന്നവന്റെ പോലും തലേക്കട ബുള്ളറ്റ് വായിക്കാം. റെഡ് കോറിഡോറിലെല്ലാം നടന്നിരിക്കുന്ന നരനായാട്ട് കേരളത്തിലും ആവർത്തിക്കാം. 30 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിച്ചിട്ടും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് മുന്നോട്ട് നയിച്ച ഒരു വർഗീയ കലാപം പോലും ഇന്ന് വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഈ 30 വർഷം കൊണ്ട് 15,000-നും മേലെ മനുഷ്യരെ കൂട്ടക്കുരുതി കഴിച്ചിട്ടുണ്ട് ഈ BJP RSS തീവ്രവാദികള്. ഇവര് ചെയ്ത ഓരോ വർഗീയ കൊലപാതകങ്ങളും എണ്ണി കണക്കെടുപ്പ് നടത്താത്തത് എന്താണ്? ലീഗും UDF-ഉം കമ്മ്യൂണിസ്റ്റുകാരും കേരളത്തെ പരീക്ഷണശാലയാക്കി മാറ്റുവാണെന്നാണ് ഇയാള് പറയുന്നത്. ഗുജറാത്ത് കലാപം, ബാബറി കലാപം, മണിപ്പൂർ കലാപം ഇയാൾക്കൊരു പരീക്ഷണശാലയല്ലായിരുന്നോ? മണിപ്പൂരിൽ ഇന്നും വസ്ത്രമില്ലാതെ റോഡിലൂടെ നടത്തിച്ച് കൂട്ട ബലാത്സംഗം ചെയ്ത സ്ത്രീകൾക്ക് ഇന്നും നീതി കിട്ടിയിട്ടില്ല. ഇതിന്റെ ഒന്നും പ്രതികളെ ഇന്നും പിടിച്ചിട്ടില്ല. മണിപ്പൂരിലും ഗുജറാത്തിലും നടന്ന 100 കണക്കിന് കേസുകളില് ഇന്നും പ്രതികളില്ല, ആരും ശിക്ഷിക്കപ്പെടുന്നില്ല. ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക. ശരിക്കും ആരാണ് ഇവിടെ തീവ്രവാദം പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ നിങ്ങളെ എതിർക്കുന്ന ജനങ്ങളെ എല്ലാം നിങ്ങൾക്ക് കൊന്നൊടുക്കാം. നോർത്ത് ഇന്ത്യയിൽ ആദിവാസികളെ നെക്സലേറ്റ് ആണെന്നും പറഞ്ഞ് വെടിവെച്ച് കൊല്ലും പോലെ നിങ്ങൾക്ക് മലയാളികളെ വെടിവെച്ച് കൊല്ലാം. അങ്ങനെയുള്ള കൂട്ടക്കൊലകൾക്കും കലാപങ്ങൾക്കും ഓർഡർ ഇടുന്നവരായി ഈ പറയുന്ന സുരേഷ് ഗോപിക്കും സുരേന്ദ്രനൊക്കെ മാറാം. തൊഴിലാളി വർഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ തീവ്രവാദികളാവും?